എല്ലാവർക്കും ടെസ്റ്റിംഗ് ഇൻസ്റ്റിംഗ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന ഡേറ്റ ഫേക്കർ എന്ന ലൈബ്രറി യൂസ് ചെയ്ത് എങ്ങനെ ഫേക്ക് ടെസ്റ്റ് ഡേറ്റ ജനറേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. നമുക്ക് ഈ ലൈബ്രറിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിലേക്ക് പോകാം. ഇതാണ് ഈ ലൈബ്രറിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ്. അതുപോലെ ഈ ലൈബ്രറിയുടെ ഗിറ്റ്ഹബ് ലിങ്കാണിത്. ഈ രണ്ട് ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇനി നമുക്ക് ഈ ലൈബ്രറിയുടെ ഒരു ഇൻട്രൊഡക്ഷൻ നോക്കാം. Datafaker is a library for Java and Kotlin to generate fake data. This can be very helpful when generating test data to fill a database, to generate data for a stress test, or anonymize data from production services. അപ്പോൾ ഇതാണ് ഒരു ബേസിക് ഇൻട്രൊഡക്ഷൻ. ഇനി ഈ പർട്ടിക്കുലർ ലൈബ്രറി യൂസ് ചെയ്യാൻ എന്ത് ചെയ്യണമെന്നുള്ള ഡീറ്റെയിൽസ് ഇൻസ്റ്റലേഷൻ സെക്ഷനിൽ കൊടുത്തിട്ടുണ്ട്. Maven പ്രൊജക്റ്റ് ആണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഈ ഡിപ്പെൻഡൻസി pom.xml ഫയലിനകത്ത് ആഡ് ചെയ്താൽ മാത്രം മതി. അതുപോലെ ഈ പർട്ടിക്കുലർ ലൈബ്രറിയിലെ ഡേറ്റ പ്രൊവൈഡേഴ്സ് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫേക്കർ എന്ന ക്ലാസിന്റെ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തതിനു ശേഷം ആ ഒബ്ജക്റ്റ് റെഫറൻസ് വേരിയബിൾ യൂസ് ചെയ്ത് ഡേറ്റ പ്രൊവൈഡേഴ്സ് കോൾ ചെയ്തിട്ട് അതിൽ പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന മെത്തേഡ്സ് കോൾ ചെയ്താൽ മാത്രം മതി. ഈ പർട്ടിക്കുലർ ലൈബ്രറി പ്രൊവൈഡ് ചെയ്തിരിക്കുന്ന ഡേറ്റ പ്രൊവൈഡേഴ്സിന്റെ ലിസ്റ്റ് ഓൾ പ്രൊവൈഡേഴ്സ് എന്ന ഈ ലിങ്കിനകത്തും അതുപോലെ കസ്റ്റം പ്രൊവൈഡേഴ്സ് എന്നുള്ള ലിങ്കിനകത്തും ഉണ്ട്. ഞാൻ ഈ ഓൾ പ്രൊവൈഡേഴ്സ് എന്നുള്ള ലിങ്ക് എടുക്കുകയാണ്. അപ്പം നിങ്ങളുടെ ആവശ്യത്തിന് അനുസരിച്ചുള്ള ഡേറ്റ ഏത് ഡേറ്റ പ്രൊവൈഡറിലാണെന്നുള്ളത് ഇതിന്റെ ഡോക്യുമെന്റേഷൻ നോക്കിക്കഴിയുമ്പോൾ മനസ്സിലാവും. ഞാനിപ്പം നെയിം എന്നുള്ളൊരു പർട്ടിക്കുലർ ഡേറ്റ പ്രൊവൈഡർ സെലക്ട് ചെയ്യുകയാണ്. ഇതിന്റെ ഡോക്യുമെന്റേഷൻ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ആ പർട്ടിക്കുലർ ഡേറ്റ പ്രൊവൈഡർ പ്രൊവൈഡ് ചെയ്യുന്ന മെത്തേഡ്സ് ഏതൊക്കെയാണ് അതിന്റെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചുള്ള ഡേറ്റ പ്രൊവൈഡർ ഏതാ നിങ്ങൾ ഡോക്യുമെന്റേഷൻ നോക്കി മനസ്സിലാക്കിയതിനു ശേഷം അത് യൂസ് ചെയ്യുക. ഇതിനൊരു പ്രാക്ടിക്കൽ യൂസ് കേസ് എന്താണെന്നുള്ളത് ഞാൻ പറയാം. ഞാനിവിടെ NOP കൊമേഴ്സ് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ പർട്ടിക്കുലർ ലിങ്ക് ഒരു യൂസറിനെ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നോർമലി നമ്മൾ ഓട്ടോമേഷൻ ടെസ്റ്റ് കേസ് എഴുതുമ്പോൾ സെലീനിയത്തിൽ ഈ ഒരു പർട്ടിക്കുലർ ഫംഗ്ഷനാലിറ്റിയാണ് നമ്മൾ ഓട്ടോമേറ്റ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ മാൻഡേറ്ററി ഫീൽഡ്സിലേക്ക് വാല്യൂസ് നമ്മൾ എൻ്റർ ചെയ്യണം. ഓരോ വെബ് എലമെന്റിന്റെയും ലൊക്കേറ്റർ ഐഡന്റിഫൈ ചെയ്ത ശേഷം സെൻഡ് കീസ് യൂസ് ചെയ്ത് നമ്മൾ ഹാർഡ് കോഡ് ചെയ്ത് ഡേറ്റ കൊടുക്കും. അപ്പം ഒരു തവണ ക്രിയേറ്റ് യൂസർ എന്നുള്ള ടെസ്റ്റ് കേസ് റൺ ചെയ്ത് കഴിയുമ്പോൾ ഓക്കെ ആയിരിക്കും. കാരണം നമ്മളെല്ലാം ന്യൂ ഡേറ്റയാണ് ഫസ്റ്റ് ടൈം യൂസർ ക്രിയേറ്റ് ചെയ്തപ്പോൾ കൊടുത്തത്. വീണ്ടും അതേ ടെസ്റ്റ് കേസ് നമ്മൾ റൺ ചെയ്ത് കഴിയുമ്പോൾ ഉറപ്പായിട്ടും എറർ വരും. കാരണം ഇമെയിലൊന്നും ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഈ പർട്ടിക്കുലർ വെബ്സൈറ്റ് അലോ ചെയ്യുകയില്ല. അപ്പം അങ്ങനെയുള്ള കേസുകളിൽ ടെസ്റ്റ് കേസ് ഫെയിൽ ആവും. അപ്പോൾ ഓരോ തവണ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴും ടെസ്റ്റ് കേസ് കറക്റ്റായിട്ട് വർക്ക് ആണെന്നുണ്ടെങ്കിൽ ഓരോ തവണ നമ്മൾ ഹാർഡ് കോഡ് ചെയ്യാതെ ഡേറ്റ യുണീക്ക് ആയിട്ട് പ്രൊവൈഡ് ചെയ്യണം. അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് Datafaker എന്ന ലൈബ്രറിയുടെ ഫംഗ്ഷനാലിറ്റീസ് യൂസ് ചെയ്യാൻ സാധിക്കും. ഇനി നമുക്ക് ഡെമോയിലേക്ക് പോകാം. ഞാൻ എക്ലിപ്സ് ID ഓൾറെഡി ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ക്ലാസ് Datafaker എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ ഒരു മെയിൻ മെത്തേഡ് ഈ ക്ലാസ്സിലുണ്ട്. അതുപോലെ pom.xml ഫയലിനകത്ത് Datafakerന്റെ ഡിപ്പെൻഡൻസി ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഡോക്യുമെന്റേഷനിൽ നിന്ന് എക്സാമ്പിൾ കോപ്പി ചെയ്യാം. രണ്ട് എക്സാമ്പിളെ ഞാൻ കോപ്പി ചെയ്യുന്നുള്ളൂ. ഞാൻ നെയിം ഡോട്ട് കഴിഞ്ഞുള്ള ഫസ്റ്റ് നെയിം എന്നുള്ള മെത്തേഡ് റിമൂവ് ചെയ്തു. അതിനുശേഷം കൺട്രോൾ സ്പേസ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ആ പർട്ടിക്കുലർ ഡേറ്റ പ്രൊവൈഡർ പ്രൊവൈഡ് ചെയ്യുന്ന മെത്തേഡ്സ് ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കാണാം. ഓരോ മെത്തേഡും സെലക്ട് ചെയ്യുമ്പോൾ അതിനനുസരിച്ചുള്ള ഡോക്യുമെന്റേഷനും കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് പർട്ടിക്കുലർ മെത്തേഡ് ചൂസ് ചെയ്യുക. ഞാൻ ഫുൾ നെയിം ഓൾറെഡി യൂസ് ചെയ്തു, അതുകൊണ്ട് ഞാൻ ഫസ്റ്റ് നെയിം എന്നുള്ള മെത്തേഡ് യൂസ് ചെയ്യുന്നു. അപ്പോൾ രണ്ട് മെത്തേഡ്സ് യൂസ് ചെയ്തു. ആ മെത്തേഡ്സ് ജനറേറ്റ് ചെയ്യുന്ന വാല്യൂ രണ്ട് വേരിയബിൾസിലേക്ക് സ്റ്റോർ ചെയ്തു. ഇനി നമുക്ക് ഇമെയിൽ അഡ്രസ്സും പാസ്വേഡും കൂടെ എങ്ങനെയാണ് ജനറേറ്റ് ചെയ്ത് നോക്കാം. സ്ട്രിങ് ഇമെയിൽ അഡ്രസ് ഈക്വൽ ടു ഇമെയിൽ അഡ്രസ്സ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി വേറൊരു സെപ്പറേറ്റ്
ഡേറ്റ പ്രൊവൈഡറാണുള്ളത്. ഇന്റർനെറ്റ് എന്നുള്ളതാണ് ആ ഡേറ്റ പ്രൊവൈഡർ. ഡോട്ട് ഇമെയിൽ അഡ്രസ് എന്നുള്ള മെത്തേഡ് വിളിച്ചു. അതുപോലെ പാസ്വേഡ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഇതേ ഡേറ്റ പ്രൊവൈഡർ തന്നെ നമുക്ക് യൂസ് ചെയ്താൽ മതി. പാസ് എന്ന് എൻ്റർ ചെയ്ത ശേഷം കൺട്രോൾ സ്പേസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ കാണിച്ചിരിക്കുന്ന സജഷൻസ് നിങ്ങൾക്ക് കാണാം. ഇതൊരു ഓവർലോഡ് മെത്തേഡാണ്. നിങ്ങൾക്ക് പാസ്വേഡിനകത്ത് മിനിമം ലെങ്ത്, മാക്സിമം ലെങ്ത്, അതുപോലെ അപ്പർ കേസ് ക്യാരക്ടർ ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. അതുപോലെ സ്പെഷ്യൽ ക്യാരക്ടറും ഡിജിറ്റും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യാം. ഇവിടെ നമ്മൾ ബൂളിയൻ വാല്യൂ കൊടുത്താൽ മാത്രം മതി. ഞാൻ ഈ സിക്സ്ത് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്. മിനിമം ലെങ്ത് ഞാൻ 7 കൊടുക്കുന്നു, മാക്സിമം ലെങ്ത് 9. അതിനുശേഷം എല്ലാം ട്രൂ ആക്കി കൊടുക്കുവാണ്. ഡിജിറ്റും സ്പെഷ്യൽ ക്യാരക്ടറും അതുപോലെ ക്യാപിറ്റൽ ലെറ്ററും എല്ലാം നമ്മുടെ പാസ്വേഡിനകത്ത് വരും. ഇനി നമുക്കത് കൺസോൾ പ്രിന്റ് ചെയ്ത് നോക്കാം. ഇനി നമുക്ക് ഈ ക്ലാസ് റൺ ചെയ്ത് നോക്കാം. റൈറ്റ് ക്ലിക്ക് ചെയ്യുന്നു, റൺ ആസ് ജാവ ആപ്ലിക്കേഷൻ. ടെസ്റ്റ് ഡേറ്റ കറക്റ്റായിട്ട് ജനറേറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ പാസ്വേഡ് നോക്കിയാൽ കാണാം, സ്പെഷ്യൽ ക്യാരക്ടറും സ്മോൾ ലെറ്ററും അതുപോലെ തന്നെ ഡിജിറ്റും എല്ലാം വന്നിട്ടുണ്ട്. വീണ്ടും നമ്മൾ ഈ ക്ലാസ് ഫയൽ റൺ ചെയ്യുമ്പോൾ വീണ്ടും പുതിയ ഡേറ്റാസ് ആയിരിക്കും ജനറേറ്റ് ചെയ്യുന്നത്. ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് അക്സെപ്റ്റ് ചെയ്യാത്ത കേസുകളിൽ നിങ്ങൾക്ക് ഈ പർട്ടിക്കുലർ ലൈബ്രറി യൂസ് ചെയ്ത് ടെസ്റ്റ് ഡേറ്റ ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സെലീനിയം യൂസ് ചെയ്ത് ഓട്ടോമേറ്റ് ചെയ്യുമ്പോൾ സെൻകീസ് എന്ന മെത്തേഡിനകത്ത് ഹാർഡ് കോഡ് ചെയ്ത് വാല്യൂ കൊടുക്കുന്ന പകരം നമ്മൾ ഒരു സ്ട്രിംഗ് വേരിയബിളിലേക്ക് ഡേറ്റ ഫേക്കർ യൂസ് ചെയ്ത് ടെസ്റ്റ് ഡേറ്റ ജനറേറ്റ് ചെയ്തിട്ട് ആ പർട്ടിക്കുലർ വേരിയബിൾ സെൻകീസിനകത്ത് പാസ് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപയോഗപ്രദമായെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സ് ചോദിക്കുക. നോട്ടിഫിക്കേഷൻ ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യുക. എങ്കിൽ മാത്രമേ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ കറസ്പോണ്ടിങ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. താങ്ക്സ് ഫോർ വാച്ചിങ് ആൻഡ് കീപ് ലേണിംഗ്.